നാട്ടിലെ ചാനൽ യുദ്ധത്തിൽ റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്ത് വന്നു. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന 24 ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി. പിന്നെ മനോരമയും മാതൃഭൂമിയും ഒക്കെ ഇങ്ങനെ 5ഉം 6ഉം ഒക്കെ സ്ഥാനങ്ങളിലായിട്ട് താഴെ കിടക്കുന്നു. അവയൊന്നും ഒരു കാരണവശാലും പൊങ്ങി വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വാസ്തവം പറഞ്ഞാൽ ഈ ന്യൂസ് സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രാദേശിക ന്യൂസും കേരളത്തിലെ ന്യൂസ്, പരക്കെയുള്ള ന്യൂസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ സംപ്രേഷണം ചെയ്യുന്നത് മനോരമയും അത് കഴിഞ്ഞാൽ പിന്നെ മാതൃഭൂമിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അവയ്ക്കല്ല ഏറ്റവും കൂടുതൽ പ്രചാരം ഏഷ്യാനെറ്റാണ് ഏറ്റവും കൂടുതൽ പ്രചാരം. കാരണം അത് ആദ്യം തുടങ്ങിയെന്നുള്ളത് കൊണ്ടും പിന്നെ ആളുകൾ അത് ശീലിച്ചു പോയി എന്നുള്ളത് കൊണ്ടും പിന്നെ അത് മനോരമയും മാതൃഭൂമിയും ഒക്കെ പോലുള്ള സംവിധാനങ്ങൾ അവർക്കുമുണ്ട്. അവർക്കും വ്യാപകമായിട്ട് റിപ്പോർട്ടർമാരും എല്ലാം ഉണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ പിന്നെ മുന്നിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ ഈ രണ്ടാം സ്ഥാനത്ത് നിന്ന 24 ചാനൽ എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത്? അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ എങ്ങനെയാണ് മുന്നിൽ വന്നത്? അതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ അത് ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അകപ്പാടെ ഉള്ളത് അവിടെ പിന്നെ ഗംഭീരൻ റിപ്പോർട്ടർമാരാണ് അവിടെ ഉള്ളത്. ഗംഭീരൻ പിന്നെ എഡിറ്റേഴ്സ്, അതായത് അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും അവരെ അങ്ങനെ ഒരു നിര, കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും പ്രഗത്ഭർ മുഴുവൻ അവിടെയാണുള്ളത്. അവർ വർത്തമാനം പറയുന്നു. ആ വർത്തമാനം കേട്ട് വ്യൂസ്, കൂടുതലും ന്യൂസിനേക്കാൾ ഉപരി വ്യൂസ്. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് ആ വ്യൂസ് ആണെന്ന് തോന്നുന്നു. ന്യൂസ് അല്ല വേണ്ടത്, വ്യൂസ്. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു ദിവസം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുക. പിന്നെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ, അതിലുള്ള ആഴത്തിലുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ആരെയെങ്കിലും ആക്ഷേപിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ സെൻസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആളുകൾക്ക് താല്പര്യം. അല്ലാതെ ഈ പഴയ ശൈലിയിലുള്ള മാധ്യമ പ്രവർത്തനം, അതായത് മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന വാർത്തകളുടെ ആ ശൈലി, അതായത് നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക, അത് അവിടെ ഇന്നതൊക്കെ നടന്നു, ഇന്ന രീതിയിലൊക്കെ നടന്നു, അതാർക്കും താല്പര്യമില്ലാതായി തീർന്നിരിക്കുന്നു. അത് മനോരമയും മാതൃഭൂമിയും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഏതൊരു സംഭവം കണ്ടാലും അതിൻ്റെ അടിയിൽ എന്തുണ്ട് എന്ന് മാത്രമല്ല, അതിനെ ഒന്ന് വക്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഏങ്കോണിച്ച് എന്തെങ്കിലും പുതിയ ഒരു ആംഗിൾ ഉണ്ടാക്കുക, അതിനൊരു സെൻസേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുപയോഗിച്ചൊരു പുതിയ വ്യൂസ്, ആളുകൾക്ക് താല്പര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ആളുകൾക്ക് താല്പര്യപ്പെടുന്ന വിഷയമായിട്ട് ഇപ്പോൾ കാണുന്നത്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ മാറിപ്പോയതുപോലെ തോന്നുന്നു. കേരളത്തിൽ ഈ നമ്മൾ പരക്കെയുള്ള കാര്യങ്ങളല്ല, നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. അതായത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻസേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ 5 പേരെ ഒരു അഫാൻ കുടുംബത്തിലെ 5 പേരെ കൊന്നു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാ ചാനലിലും വിറ്റുപോകുന്ന കാര്യമാണ്. നേരെ മറിച്ച് മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യം, അതിൽ പൊളിറ്റിക്സൊക്കെ കലർത്തിയാൽ ഒരു വിഭാഗം ആളുകൾക്ക് താല്പര്യം വരും. ഇനി മതം കലർത്തിയാൽ വേറൊരു വിഭാഗത്തിന് താല്പര്യം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഈ ഹാർഡ് ന്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടോ ഉള്ള ഒരു താല്പര്യം കേരളത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പത്രം വായിക്കുന്നതിനും അറിവ് നേടുന്നതിനുള്ള നമ്മുടെ ഒരു താല്പര്യം, ഒരു അഭിവാഞ്ച കേരളത്തിന് മാത്രമുള്ള പ്രത്യേകതയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പത്രത്തിലൂടെ സെൻസേഷൻ ഒന്നുമല്ല, ഉള്ള കാര്യങ്ങളാണ്. സെൻസേഷൻ കുറച്ച് ചേർക്കുമെങ്കിലും ഉള്ള കാര്യങ്ങളാണ് അതിലൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഉള്ള കാര്യങ്ങൾ മാത്രം പോരാ, ആളുകൾക്ക് അവരുടെ വ്യൂസിന് അനുകൂലമായ കാര്യങ്ങൾ കിട്ടണം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ അതാണ് ഈ മാധ്യമരംഗത്തെ വലിയ മാറ്റമെന്ന് തോന്നുന്നു. അതിൽ ആര് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്, അവരാണ് മുന്നേറിപ്പോകുന്നത്. അപ്പോൾ റിപ്പോർട്ടറിൽ ഗംഭീരൻ ആളുകളെല്ലാം ഉണ്ട്, അവരിരുന്ന് വർത്തമാനം പറയുന്നു, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നു. 24 അത്രയുമില്ല, അവർ കുറച്ചുകൂടെ ന്യൂസിലേക്ക് പോകുന്നു, അതുകൊണ്ട് അവർ മൂന്നാം സ്ഥാനത്തായി പോകുന്നു. ഇത്രയുമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.